അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതാ ഞാൻ ഇപ്പോൾ ഒരു പിങ്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സ്ക്വയർ ആക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സ്ക്വയർ ആക്കിയിരിക്കുന്നു. ഇനി നമുക്കിതാ ഇങ്ങോട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിതാ ഇവിടെയില്ലേ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് അത് ചെയ്യാം. ഇതാ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതുപോലെ ഇവിടെയും ഇങ്ങോട്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കറക്റ്റ് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എന്താ സാധാ അൺഫോൾഡ് ബാക്ക് നമ്മളിങ്ങനെ ട്രയാങ്കിൾ തന്നെ ആക്കാം. ഇത് രണ്ടും അൺഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരിക്കും ഇവിടെ. ഇനി നമ്മൾ ഇത് ഇങ്ങനെ കൊണ്ടുവരിക. ഇത് ഇവിടെ ഇങ്ങനെ മടക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ മടക്കണം. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൊണ്ടുവരിക. ഇതാ ഇനി നമുക്ക് ഇത് ഇവിടെ ആ അവിടെ ഹോൾ ഉണ്ടാവും, അതിലോട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണം. അതുപോലെ ഇതും അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ കണ്ടോ, ഇവ നമ്മൾക്ക് ഇങ്ങനെയായി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പിഗ്ഗാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പിഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ നോസും അതിൻ്റെ പകരം ഈ ഇയേഴ്സൊക്കെ വരക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ 2 ഇയേഴ്സും ഒരു നോസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കിലോട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ബോറായി കാണും. അതുകൊണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ അവിടെ ഞാനിപ്പോൾ ഇതിവിടെ പിന്നെ ഇയേഴ്സ് ഇവിടെയും വെക്കും. അപ്പം ഞാൻ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഐസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമുക്ക് കറക്റ്റ് സർക്കിൾ വരണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടാവും, ഇതിപ്പോൾ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. മീൻസ് നമ്മുടെ ഈ ഓഫീസിൽ അങ്ങനത്തെ ഇതിലൊക്കെ കാണും. എന്നാൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ഹോൾസ് കിട്ടും. ചിലപ്പോൾ ഇപ്പം ഞാൻ വലുതുണ്ടാക്കിയതുകൊണ്ട് ഇത് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ചെറുതാണ് കിട്ടുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ ചെറുതാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മതിയായിരിക്കും, ഇങ്ങനത്തെ മതിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വലുതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സർക്കിൾ വരച്ചിട്ട് അതിലോട്ട് ഒട്ടിക്കും. അപ്പോൾ ഞാൻ സർക്കിൾസ് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ബ്ലാക്ക് ഇത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളി ഐസും വെക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അത് നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിരിക്കുന്നു. നമ്മുടെ ഈ ബുക്ക് മാർക്ക്, ഫസ്റ്റത്തെ ബുക്ക് മാർക്ക് റെഡി ആയിരിക്കുന്നു. ഇനി ഞാൻ ഇതിൽ വെച്ച് കാണിച്ചു തരാം. ഇതിന് നമുക്കിങ്ങനെ വെക്കാം. എന്നിട്ട് അടയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആ ഇയേഴ്സൊക്കെ കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റത്തെ ബുക്ക് മാർക്ക് റെഡി ആയിരിക്കുന്നു. രണ്ടാമത്തെ ബുക്ക് മാർക്കിന് ഈ ഫോം ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ആദ്യം 3 സൈസാക്കിയിട്ട് സ്റ്റാർസ് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഷേപ്പും കട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ സ്റ്റാർസ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 വേറെ സൈസായിട്ട് 2 എണ്ണം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നിൻ്റെ 2 കോപ്പികൾ വേണം. സെയിം അളവാവണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അത് ഇവിടെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ മുറിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ വലുത് സ്റ്റിക്ക് ചെയ്യും. ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. ആദ്യം വലുത് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ മീൻസ് ഞാൻ പറഞ്ഞു ഇതുപോലെ കറക്റ്റ് വെക്കണം. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും.
എന്നിട്ട് നമ്മൾ ഇതാ അടുത്തത് ഞാനിപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്ത് വെക്കും, എന്നൊരു ബോർഡറുമായിരിക്കും കിട്ടും. അതുകൊണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ വെക്കാം, അങ്ങനെ എല്ലാം. എന്നിട്ട് ഇതായിരിക്കും വെക്കുന്നത്. ഇത് ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിലോട്ട് ഒന്ന് ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്ലൂ ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് തേച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ ഇത് ഇനി ഇപ്പുറത്തെ സൈഡിലും ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാതും ഇങ്ങനെ ഒട്ടിച്ച് പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പശ തേക്കാം. ഇതൊരു പാറ്റേണുമായിരിക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഇനി ഇത് ഞാൻ ഇങ്ങനെ വെക്കും. അതുപോലെ ഈ സൈഡിലും അങ്ങനെ തന്നെ വെക്കും. ഇങ്ങനെ തന്നെ വെച്ചിട്ട് മറ്റേതും ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ ഗ്ലൂ തേക്കും. എന്നിട്ട് ഇത് ഒട്ടിക്കും. കണ്ടോ, ഇങ്ങനെ ഇവിടെ ഇത് ഒട്ടിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ബോർഡർ മാർക്ക് കിട്ടും. ഇനി നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അതുപോലെ ഇതും, പക്ഷേ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതും കൂടി ഇവിടെ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നു, ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഈ ബുക്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ രണ്ടാമത്തെ ബുക്ക് മാർക്ക് റെഡി ആയിരിക്കുന്നു. രണ്ടാമത്തെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കളർ പേപ്പർ, ഇത് ഒരു കളർ പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 11 സെൻറ്റിമീറ്ററും ഇവിടെ 7 സെൻറ്റിമീറ്ററും 11 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഇങ്ങനെ ഹാഫാക്കി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതും ഹാഫാക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഒരു ഹൗസ് ഷേപ്പുള്ളമാർക്ക് ഇങ്ങനെ രണ്ടും ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഹൗസ് ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ വേറൊരു ഹൗസ് ഷേപ്പ് ഉണ്ടാക്കാൻ നോക്കും. അത് പറഞ്ഞാൽ നമ്മളിത് ബാക്കിലോട്ട് മടക്കും. അതുപോലെ ഇതും ബാക്കിലോട്ടൊന്ന് മടക്കും. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ പോയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൗസ് ഷേപ്പ് കിട്ടും. അതുപോലെ ഇവിടെയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏകദേശം ഒരു മാർക്കിങ്, ഇങ്ങനെ ഒരു മാർക്കിങ് ഇട്ടിട്ട് ഇതൊന്ന് മടക്കാം. ഇങ്ങനെ മടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മടക്കി. അതുപോലെ ഇത് മറ്റേ എടുത്തോട്ടും ഇങ്ങോട്ടും മടക്കാം. അതുപോലെ ഇതും അങ്ങോട്ട് മടക്കാം. ഇതിപ്പോൾ ഇങ്ങോട്ട് മടക്കണം, ഇങ്ങോട്ട് മടക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഹോളുണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര. ഇനി നമ്മൾ ഇതിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടോ, നമുക്കിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്പായി. ഇനി നമുക്ക് ഇങ്ങോട്ട് ലൈൻസും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ പേപ്പർ ബുക്ക് മാർക്ക്, ബട്ടർഫ്ലൈയുടെ പേപ്പർ ബുക്ക് മാർക്ക് റെഡി ആയിരിക്കുന്നു. ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതിലൂടെ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, അപ്പോൾ നമ്മളുടെ ഈ ബട്ടർഫ്ലൈ പേപ്പർ ബുക്ക് മാർക്ക് റെഡി ആയിരിക്കുന്നു. നമ്മൾ ലാസ്റ്റത്തെ നമ്മളുടെ ഈ ബുക്ക് മാർക്കിന് ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡ് ആവശ്യമുണ്ട്. ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കൈകളുമായിരിക്കും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് നൈഫ് ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെട്ടി കൊടുക്കണം.
ഓക്കെ, കണ്ടോ? ഇനി നമുക്ക് ഇത് ഇവിടെ കണ്ടോ? ഇപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതുമാതിരി ഇതും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഇത് മനസ്സിലാകാം ഇതിങ്ങനെ വെക്കാനാണെന്ന്. ഇനി നമുക്ക് ഇത് ഒരു പേപ്പർ കൊണ്ട് ഫുള്ളും, ഒരു കളർ പേപ്പർ കൊണ്ട് ഫുള്ളും ഇതൊന്ന് മൂടി വെച്ചിട്ട് അത് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫുൾ അതിലോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടോ? ഇങ്ങനെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കണ്ണും ഡീറ്റെയിൽസൊക്കെ വരക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ണ് വരക്കാം. പിന്നെ ഒരു മൂക്ക്. ഞാൻ ട്രയാങ്കിൾ മൂക്കാണ് വരക്കുന്നത്. കാരണം പൂച്ചകൾക്ക് അങ്ങനെ തന്നെയാണല്ലോ. എന്നിട്ട് കണ്ടോ? അപ്പോൾ നമ്മളുടെ വേണമെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസൊക്കെ വരക്കാം. ഇതാ ഇങ്ങനെ കണ്ടോ? അവിടെ അങ്ങനെ ഡീറ്റെയിൽസും വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി ഉണ്ട്. അതൊരു വാലാണ്. അതിപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മളൊരു ഈ പർപ്പിൾ കളറിൽ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു വാല് അതൊരു വാല് വരക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് വരച്ചിരിക്കുന്നു. ഇതാ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമ്മളുടെ നമ്മൾ ഈ ലാസ്റ്റത്തെ ബുക്ക് മാർക്ക് റെഡി ആയിരിക്കുന്നു. ഇനി ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ ഈ ചെറിയ വാലും കാണും. അപ്പോൾ കണ്ടോ? അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റത്തെ ബുക്ക് മാർക്കും റെഡി ആയിരിക്കുന്നു.